ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് മാത്തമാറ്റിക്സിന്റെ 4ാമത്തെ സെഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ 4ാമത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നതെന്നൊന്ന് വളരെ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് വളരെ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത് ആദ്യം എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മൾ കുറച്ച് പവർ ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എക്സ് റൈസ് ടു എം അല്ലെങ്കിൽ റൂട്ട് എം റൈസ് ടു എക്സ്. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് പഠിച്ചു. അതുപോലെ തന്നെ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, യെസ്. അതിനിടയിൽ നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ടല്ലേ? ഓക്കെ, പൈതഗോറസ് തിയറം ഉണ്ട്. ഏരിയ ഓഫ് എ സർക്കിൾ ആൻഡ് പൈതഗോറസ് തിയറം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 ടോപ്പിക്കുകളാണ് കവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം എല്ലാ ഇക്വേഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ? ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചില ഇക്വേഷൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. ഭംഗിയായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒന്നെല്ലാവരും വായിച്ച്. a പ്ലസ് ബി ഓക്കെ, ഫൈൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിച്ചേ. പഠിച്ചോ? ഇത് എവിടെ നിന്നാണ് ഇത് നമുക്ക് കിട്ടുന്നത്? അതാണ് പ്രശ്നം. എന്താണ് ഇതിന്റെ പ്രാക്ടിക്കൽ മീനിങ്? എന്താണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുന്നത് കൊണ്ട്? ഫോർ എക്സാമ്പിൾ 2 + 3 ഓൾ സ്ക്വയർ എന്ന് എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? a + b ഓൾ സ്ക്വയർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് 3 ഇത് 2 ആണെങ്കിൽ ആദ്യം ഞാൻ 3 സ്ക്വയർ കണ്ടുപിടിക്കുക, പിന്നീട് ഞാൻ 2 സ്ക്വയർ കണ്ടുപിടിക്കുക, പ്ലസ് 2 × 3 × 2 ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ മീനിങ്ങിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഞാൻ പറയാണ്, എൻ്റെ കയ്യിൽ ഒരു റെക്ടാങ്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? ഇത് റെക്ടാങ്കിൾ ആണ്. ഞാൻ ആ റെക്ടാങ്കിളിനെ ഫോർ എക്സാമ്പിൾ ഞാൻ അതിനിങ്ങനെ ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഞാൻ അതിനെ മാർക്ക് ചെയ്യാണ്. ഇവിടത്തേക്ക് ഈ ഒരു വലിയ ലൈനിനെ ഞാൻ ഒരു ചെറിയൊരു പോയിന്റ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ക്ലിയർ? എന്നിട്ട് ഇതേപോലെ ഞാൻ കാണിക്കാം. ഞാൻ അതിനെ ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞ ആ വലിയ റെക്ടാങ്കിളിനെ ഞാൻ എന്ത് ചെയ്തു? ഫോർ എക്സാമ്പിൾ PQRS എന്ന് പറയുന്ന വലിയ റെക്ടാങ്കിളിനെ ഞാൻ 2 ലൈനുകൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ ആണോ? എന്നിട്ട് ഞാൻ ഇതിനൊരു പേര് കൊടുത്തു. ഇത് ഫോർ എക്സാമ്പിൾ ഇത് M, ഇത് N ആയിക്കോട്ടെ. ഇതിന് വേറെ എന്തെങ്കിലും ഒരു പേര്, ഇത് S ആയിക്കോട്ടെ. സോറി, S ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ ഇതിന് ഞാൻ മറ്റൊരു പേര് കൊടുക്കുവാണ്, UV എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ പറയാണ് ഈ P മുതൽ M വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് വിളിച്ചു. ഓക്കെ, ഓക്കെ ആണോ? അവിടെ നിന്ന് ഈ M മുതൽ Q വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ B എന്ന് വിളിച്ചു. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ചോദിക്കുവാണ്, ഈ P മുതൽ ഈ Q വരെയുള്ള ഡിസ്റ്റൻസിന് എനിക്ക് എങ്ങനെ എഴുതാം? എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ A + B ആണ്. ഇനി മക്കൾ ചിന്തിക്കണം, ഞാൻ പറയാണ് ഈ P മുതൽ ഈ U വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ A എന്ന് വിളിച്ചു. അതേപോലെ U മുതൽ ഈ R വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ B എന്ന് വിളിച്ചു.
അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് എനിക്ക് എന്ത് വിളിക്കാം? A plus B. A plus B എന്ന് വിളിച്ചാ പോരെ? Yes. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ വലിയ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ അല്ലേ? അതെ. കാരണം അതിന്റെ ഒരു സൈഡ് A plus B ആണ്, അതിന്റെ മറ്റേ സൈഡ് A plus B ആണ്. കറക്റ്റ്? Yes. എല്ലാവരും ഓക്കെ ആണോ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, കറക്റ്റ് ആയിട്ട് ആലോചിച്ചിട്ട് ആൻസർ പറയണം. എന്റെ വലിയ സ്ക്വയർ PQRS ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? A plus B. also. Yes, very good, very good. അത് തീർച്ചയായും A plus B all square ആയിരിക്കില്ലേ? Yes. Okay, അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതും ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ്? എല്ലാവരും ഓക്കെ ആണോ? Okay, sir. ഓക്കെ. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. ഇനി ഞാൻ ചോദിക്കുവാണ്, ഇവിടെ P ഉണ്ട്, ഇവിടെ M ഉണ്ട്, ഈ ഒരു പീസ് കാണുന്നുണ്ടോ നിങ്ങള്? ഈ പീസിന്റെ ഏരിയ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? യെസ്, വെരി ഗുഡ്. അത് തീർച്ചയായിട്ടും A സ്ക്വയർ ആയിരിക്കും അല്ലേ? ആണല്ലോ. ഓക്കെ. എന്നാ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? B square. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇല്ല. ഇത് തീർച്ചയായിട്ടും B സ്ക്വയർ ആണ് അല്ലേ? ഓക്കെ. എന്നാ എന്റെ ക്വസ്റ്റ്യൻ, ഇതിന്റെ ഏരിയ എത്രയാണ്? നോക്ക്, ഈ M മുതൽ Q വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? B അല്ലേ? ഈ Q മുതൽ ഈ V വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? A. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് A into B അല്ലേ? എല്ലാവരും ഓക്കെ ആണോ? Okay, sir. ഓക്കെ. ഇനി ഈ ഏരിയ, ഇതിന്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ചേ. A into B അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ അതിനെനിക്ക് എങ്ങനെ എഴുതാം? അതിനെനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? A plus B all square is equal to, നോക്കിയേ, എനിക്ക് മൊത്തം ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ 4 ചെറിയ ബ്ലോക്കിന്റെ ഏരിയയും ആഡ് ചെയ്താ പോരെ? എല്ലാവരും ഓക്കെ ആണോ? ഒന്ന് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ ബ്ലോക്കിന്റെ ഏരിയ A സ്ക്വയർ ആയിരുന്നു, രണ്ടാമത്തെ ബ്ലോക്ക് AB ആയിരുന്നു, മൂന്നാമത്തത് AB ആയിരുന്നു, നാലാമത്തത് B സ്ക്വയർ ആയിരുന്നില്ലേ? ഇതെല്ലാം കൂടെ ഒന്ന് നിങ്ങൾ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? A സ്ക്വയർ പ്ലസ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 2AB പ്ലസ് B സ്ക്വയർ ആവുമോ? യെസ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. A plus B all square equal to A square plus 2AB plus B square എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഞാൻ ഒരു നോട്ട് കൂടെ പറയാം. ഞാൻ ചോദിക്കുവാണ്, റൂട്ട് ഓഫ് A plus B all square ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? യെസ്, വെരി ഗുഡ്. ഇതിന്റെ ആൻസർ A plus B ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ റൂട്ടും ഈ സ്ക്വയറും ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും ഓക്കെ ആണോ? അതേപോലത്തെ മറ്റൊരു ഇക്വേഷൻ ഞാൻ എഴുതുവാണ്. റൂട്ട് ഓഫ് A plus B all square ആണെങ്കിലോ? യെസ്, ഇതിന്റെ ആൻസർ A plus B തന്നെയാണ്. കറക്റ്റ്? എല്ലാവരും ഓർത്ത് വെക്കണം.
പല സ്റ്റെപ്പിലും നമുക്ക് ഇതുപോലുള്ള ഇക്വേഷൻസ് കിട്ടും. അപ്പൊ റൂട്ടിന്റെ അകത്ത് സ്ക്വയർ വന്നാൽ ആ റൂട്ടും സ്ക്വയറിന് എനിക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടുന്നത് A+B എന്നാണ്. ഓക്കെ ആണോ? Okay, sir. വെരി വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ തീർച്ചയായും ഇതിന്റെ രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞു A minus B whole square is equal to A square plus B square minus 2AB. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഞാൻ ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണോ ഞാൻ? നിങ്ങൾ പറയോ? ആ പറയോ, നിങ്ങൾ കണ്ടുപിടിക്കൂ. എനിക്കിവിടെ ഇക്വേഷൻ മാത്രമാണ് വേണ്ടത്. ഞാൻ എങ്കിലും അതെങ്ങനെ വന്നു എന്ന് മാത്രമേ കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതും കൂടെ ഞാൻ പറയാം. ഇത് P, ഇത് Q, ഇത് RS ആണ്. ഇതിന് നമ്മൾ MN എന്ന് പേര് കൊടുക്കുന്നു. ഇതിന് നമ്മൾ UV എന്ന് പേര് കൊടുക്കുന്നു. നേരത്തെ അതേ സ്ക്വയർ തന്നെ. പക്ഷെ ഇവിടെ ഞാനൊരു ചെറിയ മാറ്റം എടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ പറയാണ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ A എന്ന് വിളിച്ചു. ഓക്കെ ആണോ? അതേപോലെ ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ A എന്ന് വിളിച്ചു. എന്നിട്ട് ഈ ചെറിയ ഡിസ്റ്റൻസിനെ ഞാൻ B എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ M മുതൽ Q വരെയുള്ള സൈഡിനെ എനിക്ക് A മൈനസ് B എന്ന് വിളിച്ചൂടെ? എല്ലാവരും ഓക്കെ ആണോ? ഇതിനെ എനിക്ക് A മൈനസ് B എന്ന് വിളിക്കാലോ? ഓക്കെ, ഇനി നിങ്ങൾ തനിയെ ചെയ്യണം. ഓക്കെ, പറഞ്ഞോളൂ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? A മൈനസ് B ഹോൾ സ്ക്വയർ ആണ്. അത് ഏത് ബ്ലോക്ക് ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? A മൈനസ് B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഞാൻ ഇവിടെ ഒരു K എന്ന് പേര് കൊടുത്ത നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്വയർ കാണുന്നുണ്ടോ? KVS എന്ന് പറയുന്ന ബ്ലോക്ക് കാണുന്നുണ്ടോ? അതിന്റെ ഈ സൈഡ് A മൈനസ് B ആണ്. അതുപോലെ തന്നെ അതിന്റെ ഈ സൈഡ് A മൈനസ് B അല്ലേ? അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും A മൈനസ് B ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. A മൈനസ് B ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ മൊത്തത്തിലുള്ള സ്ക്വയറിൽ നിന്ന് ഈ ഒന്നാമത്തെ പാർട്ടും ഈ രണ്ടാമത്തെ പാർട്ടും ഈ മൂന്നാമത്തെ പാർട്ടും അങ്ങ് റിമൂവ് ചെയ്താ പോരെ? മനസ്സിലായോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. എക്സ്പാൻഷൻ എല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ. ഞാനൊരു 2 മിനിറ്റ് സമയം തരാം. എല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ. എന്താണ് ടോട്ടൽ ഏരിയ? എത്രയാണ്? ഒരു സൈഡ് A ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ഏരിയ A സ്ക്വയർ അല്ലേ? Okay, sir. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ? എന്താണ്? എനിക്ക് A മൈനസ് B ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഉള്ള A സ്ക്വയറിൽ നിന്ന് ഏതൊക്കെ കുറക്കണം? ആദ്യം ഇതിന്റെ ഏരിയ തീർച്ചയായിട്ടും B സ്ക്വയർ ആണ് അല്ലേ? ആണ്. ഇതിന്റെ ഏരിയ എത്രയാണ്? ഈ രണ്ടാമത്തെ ബ്ലോക്കിന്റെ ഏരിയ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? B മൾട്ടിപ്ലൈഡ് വിത്ത് A മൈനസ് B. കറക്റ്റ്? ഓക്കെ ആണോ? ഇവിടെയോ? ഇവിടെയും B മൾട്ടിപ്ലൈഡ് വിത്ത് A മൈനസ് B ആണ് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് എഴുതി നോക്കിയേ. A സ്ക്വയർ മൈനസ് ഒരു B സ്ക്വയർ ഉണ്ട്. അതിന്റെ കൂടെ ഏതൊക്കെ കൂടണം? A മൈനസ് B ഇൻറ്റു B പ്ലസ് A മൈനസ് B ഇൻറ്റു B. ഇത്രയും ചെയ്താൽ പോരെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടാ.
ഇനി ഇത് നിങ്ങൾ തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ, എന്താ കിട്ടുന്നത് നോക്കി നിങ്ങൾ. എ സ്ക്വയർ ഉണ്ട് മൈനസ് മൈനസ് ഇവിടെ ഒരു ബി സ്ക്വയർ ഉണ്ട്. ഇതിനെ നിങ്ങളൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഇതിനെ എനിക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, 2 ടൈംസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ അല്ലേ? ഓക്കെ, അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ഇവിടെ ബി സ്ക്വയർ ഉണ്ട്. ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 2 തവണ എ ബി. ഇത് വീണ്ടും അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താ മൈനസ് 2b സ്ക്വയർ അല്ലേ കിട്ടും? ഓക്കെ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ഇവിടെ ഒരു ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2b സ്ക്വയർ ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? മൈനസ് ബി സ്ക്വയർ. കാരണം നെഗറ്റീവ് 2ന്റെ മുമ്പിലല്ലേ ഉള്ളത്. ഡൗട്ട് ഉണ്ടോ? എടാ, ബി സ്ക്വയറിൽ നിന്ന് 2b സ്ക്വയർ കുറക്കണം, അപ്പൊ മൈനസ് 1b സ്ക്വയർ അല്ലേ കിട്ടുക? പ്ലസ് 2ab അല്ലേ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ സ്ക്വയർ. ഈ മൈനസിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ഉണ്ടേ, ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി, അപ്പൊ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് കിട്ടും. ഇതാണ്. പറഞ്ഞോ. അതെനിക്ക് മനസ്സിലായില്ല. ഏതാന്ന് എനിക്ക് മനസ്സിലാവാത്ത? ഏത് സ്റ്റെപ്പാണ് മനസ്സിലാവാത്തത്? എ സ്ക്വയർ മൈനസ് അല്ല, ഇപ്പൊ പറഞ്ഞേ. ഈ ലാസ്റ്റ് സ്റ്റെപ്പോ? ഇവിടെ നോക്ക്, അതിന്റെ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് നോക്ക്. നീ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്ക്. ഒരു എ സ്ക്വയർ ഉണ്ട് മൈനസ് ഒരു വലിയ ബ്രാക്കറ്റ്, അതിന്റെ അകത്ത് ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2b സ്ക്വയർ ഉണ്ട്. അപ്പൊ ഞാൻ നിന്നോട് പറയാണ്, എന്റെ കയ്യിൽ ഒരു പെന്നുണ്ട് എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഞാൻ 2 പെന്നിനെ കുറക്കണം. അപ്പൊ എത്ര കിട്ടും? -1 അല്ലേ കിട്ടാ? അപ്പൊ ഇവിടെ നോക്കിയ നീ ഒരു ബി സ്ക്വയറിൽ നിന്ന് മൈനസ് 2b സ്ക്വയർ കുറക്കണം. അപ്പൊ എത്ര കിട്ടും? അപ്പൊ മൈനസ് ബി സ്ക്വയർ അല്ലേ കിട്ടുക? മറ്റേ 2ab അതുപോലെ എഴുതി, 2ab ഉണ്ട്. ഇനി ഈ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള മൈനസ് കൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ഉണ്ടായി. അപ്പൊ നോക്ക്, ഈ മൈനസും ഗുണിക്കുമ്പോ അത് പ്ലസ് ആയി, ഈ മൈനസും ഈ പ്ലസും കൂടെ ഗുണിക്കുമ്പോ അത് മൈനസ് ആയി. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആയില്ലേ? അതിനെടുത്ത് ഞാൻ ഇവിടെ എഴുതി, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. അപ്പൊ ഇതൊന്നും നമുക്ക് എന്താ അറിയണ്ടോ? നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? നമുക്ക് ഈ 2 ഇക്വേഷൻ മാത്രമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ ആണോ? ഞാനിതാ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇത്ര ഇക്വേഷൻസ് മക്കൾ പഠിച്ചു വെക്കണം, കാണാതെ പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിയേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഈ മൂന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. കണ്ടിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് ബ്രാക്കറ്റിന്റെ അകത്തേക്ക് നിങ്ങൾ ഗുണിച്ച് നോക്കിയാൽ മതി. ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക, അപ്പൊ എയും കൂടി എ സ്ക്വയർ കിട്ടും, ഇത് മൈനസ് എ ബി കിട്ടും, ഇതിനെ ഗുണിച്ചാൽ പ്ലസ് എ ബി കിട്ടും, ഇത് ബി സ്ക്വയർ കിട്ടും. അപ്പൊ ആ പ്ലസ് എ ബി മൈനസ് എ ബിയും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ എനിക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. ഇതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് എ പ്ലസ് ബി ഓൾ ക്യൂബ്, അതുപോലെ എ മൈനസ് ബി ഓൾ ക്യൂബ്. ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മക്കൾ കാണാതെ പഠിച്ചു വെക്കേണ്ട 5 ഇക്വേഷനുകൾ ഇതാണ്. നമ്മൾ പ്ലസ് 1 ആദ്യത്തെ ക്ലാസ് കയറി കഴിഞ്ഞാൽ അടുത്ത ഇൻസ്റ്റന്റ് ടീച്ചർ പറയാൻ തുടങ്ങും നമ്മളോട്, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് എക്സ്പാൻഡ് വിത്ത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഓർ എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറയും.
ആ സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് പഠിച്ചെടുക്കുമല്ലോ. പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത് ഇത്രയും നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് നമുക്ക് മിനിമം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. ഓക്കെ ആണോ? ഓക്കെ. എന്നാ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാണ്. ഓക്കെ, വെരി ഗുഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റമായിട്ട് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? സർ 4 ആണോ? 4 ആണോ? പ്ലസ് 2√3 അത് മൈനസും പ്ലസ് ക്യാൻസൽ ആയി പോലെ ആണോ? ഓക്കെ ഓക്കെ, ശരി. ഒരാൾ പറഞ്ഞു 4. ഓക്കെ, ബാക്കിയുള്ളവര് നന്നായിട്ട് ആലോചിക്കണം, നന്നായിട്ട് ആലോചിക്കണം. ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. ഇതെന്താണ് അർത്ഥം? ഇങ്ങനെ രണ്ട് വരയിട്ട് കഴിഞ്ഞാൽ മോഡുലസ്. നിങ്ങൾ കേവല വില എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സർ 1 ആണോ വരിക? ഓക്കെ, ഒരാൾ 1 പറഞ്ഞു, ഒരാൾ 2 പറഞ്ഞു, ഒരാൾ 4 പറഞ്ഞു. ഓക്കെ, ഇനി 3ഉം 5ഉം ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ലെവൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം എക്സാമിൽ. എങ്ങനെ ചെയ്യും അറിയില്ല സർ. ഓക്കെ, ഓക്കെ, a square minus b square. ഓക്കെ, ശരി. ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് പറയണം. ഞാൻ ഇതിന് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത്, ഈ ഓപ്ഷൻ നോക്കി നിങ്ങൾ ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും റൂട്ടോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റൂട്ടിനെയൊക്കെ എങ്ങനെയെങ്കിലും കളയാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഓക്കെ ആണോ? ഞാൻ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. എനിക്ക് ഈ റൂട്ടിനെ എങ്ങനെയെങ്കിലും ഒന്ന് കളയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ ഞാൻ ചെയ്യുവാണ്. ഞാൻ ഈ ക്വസ്റ്റ്യനെ ഞാൻ രണ്ടായിട്ട് പൊട്ടിക്കുവാണ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ സ്റ്റെപ്പും ഇത് രണ്ടാമത്തെ പാട്ടുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഞാൻ അതിലത് ആദ്യത്തെ പാട്ടിനെ എഴുതാൻ പോവുകയാണ്. എനിക്കതിന് ഇങ്ങനെ എഴുതിക്കൂടെ? മോഡുലസ് അവിടെയുണ്ട്. റൂട്ട് ഓഫ് 4 + 2√3 എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 3 + 1 + 2√3 എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? ആർക്കെങ്കിലും വിഷമമുണ്ടോ? ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഞാൻ ചെയ്തേക്കുന്നത് മോളെ, ഇവിടെ ഒരു 4 ഇല്ലേ? ഈ ആദ്യത്തെ 4 ഇല്ലേ? ഈ 4ന് ഞാൻ എന്തെഴുതി? 3 + 1 എഴുതി. തെറ്റുണ്ടോ? പ്ലസ് 2√3 അതുപോലെ എഴുതി. ഞാനിപ്പോ ആദ്യത്തേതിനെ മാത്രമാണ് എടുക്കുന്നത്, രണ്ടാമത്തേനെ ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ടേ ഇല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കോ. ഇനി ഞാൻ ഒരു ചെറിയ തട്ടിപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനെനിക്ക് ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങൾ പറയണം. ഈ 3നെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, √3യുടെ സ്ക്വയർ എന്ന് എഴുതി. എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടോ? ഇല്ല. കാരണം മനസ്സിലായില്ല. ഓക്കെ, ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്താണ് റൂട്ട് ഇട്ടിട്ട്. ഇപ്പൊ √x ഉണ്ട്, എന്നിട്ട് അതിന്റെ സ്ക്വയർ ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്?
ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിട്ട് ഉത്തരം എക്സ് എന്ന് കിട്ടും. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എവിടെയാണ്? ഇതാ ഇവിടെ നോക്ക്. റൂട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എ പ്ലസ് ബി ആണ്. ശരിയല്ലേ? അതുപോലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറും ഒരു റൂട്ടും വന്നാലും അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഞാനിവിടെ എന്താണ് ചെയ്തേക്കുന്നത്? ആ 3 എഴുതുന്നതിന് പകരം ഞാൻ അതിനെ റൂട്ട് 3ന്റെ സ്ക്വയർ എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇതിപ്പോ നിങ്ങൾ നോക്കിക്കോ, മോഡുലസ് ഉണ്ട്, ഒരു റൂട്ടും ഉണ്ട്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെയുള്ള 1നെ എനിക്ക് വേണമെങ്കിൽ 1 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഞാൻ ഇതിന്റെ അകത്തുള്ളതിന് ഇങ്ങനെ എഴുതുവാണ്: റൂട്ട് 3യുടെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ടൈംസ് റൂട്ട് 3 ഇൻറ്റു ഒരു 1 എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഇതിപ്പോ ഏത് ഫോമാണ് നോക്കി നിങ്ങള്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഫോം ആയോ? അതെന്താണ്? ഇവിടെ എ എന്ന് പറഞ്ഞ എന്താണ്? എ എന്താണ്? എ എന്ന് പറയുന്നത് റൂട്ട് 3. എ എന്ന് പറയുന്നത് റൂട്ട് 3 അല്ലേ? ഓക്കെ. എ എന്ന് പറയുന്നത് റൂട്ട് 3 പ്ലസ് ബി എന്ന് പറയുന്നത് ഏതാണ്? 1. അതിന്റെ ഹോൾ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ എനിക്ക് റൂട്ട് 3 പ്ലസ് 1 മാത്രം കിട്ടുമോ? ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ഇതാ ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതിയ മനസ്സിലായോ? മനസ്സിലായി. ഈ സ്ക്വയറും ഈ റൂട്ടും ക്യാൻസൽ ആവുന്ന മനസ്സിലായോ? അങ്ങനെയാണ് പിന്നെ റിമൈനിങ് ഉത്തരം എന്താണ്? റൂട്ടും സ്ക്വയറും കളഞ്ഞാൽ ബാക്കിയുള്ളത് റൂട്ട് 3 പ്ലസ് 1 അല്ലേ? അല്ലേ? ഇനി ഇവിടെ നോക്ക്, ഈ റൂട്ട് 3ന്റെ വാല്യൂ ഏകദേശം ഇവിടെ വരും. റൂട്ട് 3ന്റെ വാല്യൂ ഏകദേശം എവിടെ വരും? എത്രയാണ് റൂട്ട് 3? 1.77 വിചാരിക്കും. 1.7ഉം ഈ 1ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 2.7 ആയില്ലേ? അതൊരു പോസിറ്റീവ് നമ്പർ അല്ലേ? അതൊരു പോസിറ്റീവ് നമ്പർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മോഡുലസ് ഇവിടെ ഇട്ടാലും മോഡുലസ് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് നമ്പർ ആണ്. കറക്റ്റ്? ഓക്കെ. ഇതേപോലെ നിങ്ങൾ ഈ രണ്ടാമത്തെ ടേമിനൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും മക്കള്. റൂട്ട് ഇതേപോലെ ഇപ്പൊ ചെയ്ത സെയിം സ്റ്റെപ്പ്. എന്തെഴുതണം? ഈ 4നെ 3 പ്ലസ് 1 എന്ന് എഴുതണം. മൈനസ് 2 റൂട്ട് 3 അതുപോലെ എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് 3നെ ഞാൻ റൂട്ട് 3യുടെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 2 റൂട്ട് 3 ഇൻറ്റു 1 എന്ന് എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിപ്പോ ഏത് ഫോമായി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നായോ? അപ്പൊ ഇതിനെ എനിക്ക് റൂട്ട് 3 മൈനസ് 1ന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ? എവിടെയെങ്കിലും പ്രശ്നം പറയണം. സർ, സർ ഈ 4ന് എന്തുകൊണ്ടാ 3 പ്ലസ് 1 തന്നെ എഴുതിയിരിക്കുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. റീസൺ എന്തുകൊണ്ടാന്ന് ചോദിച്ചാ, എനിക്ക് ഇവിടെ ഈ റൂട്ട് കളയണമെങ്കിൽ, ഞാൻ പറഞ്ഞു എനിക്ക് ഈ റൂട്ട് കളയണമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അതിനെ ഏതെങ്കിലും ഒരു ടേമിന്റെ സ്ക്വയർ ആക്കിയിട്ട് എഴുതണം. അപ്പോഴേ ആ റൂട്ട് അങ്ങ് പോവുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ സർ. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ഓൾറെഡി ഒരു റൂട്ട് 3 ഇതിന്റെ അകത്ത് അവർ തന്നിട്ടുണ്ട്, റൂട്ട് 3 എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ 4നെ 3 പ്ലസ് 1 എന്ന് എഴുതിയത്. സർ, അപ്പൊ 2 പ്ലസ് 2 എഴുതി കഴിഞ്ഞാൽ കുഴപ്പം എങ്ങനെ എഴുതും നീ? 2 പ്ലസ് 2 എന്ന് എഴുതി. അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് മാറ്റാൻ പറ്റുമോ അതിനാ? ഇല്ല. അതാണ് പ്രശ്നം. എനിക്കിതിനെ എന്ത് ഫോമിലേക്ക് കിട്ടണം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് തന്നെ കിട്ടണം. ആരോ ആണ് അഡ്മിൻ ആക്കിയത്, ഞാൻ ഓളെ കളഞ്ഞു.
ഹലോ ഹലോ, ആരാരെയാണ് കളഞ്ഞത്? ഹലോ, ഓക്കെ ആയോ? നിങ്ങൾ ആരെയോ കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കളയുന്നുണ്ടോ ആരെങ്കിലും? ഹലോ മക്കൾ ഓക്കെ ആണോ? ആ സംസാരിച്ച കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഇത്രയും ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പോ ഇയാൾ ചോദിച്ചതുപോലെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയും ചോദിച്ചാ, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പം എന്താ പറയാ, എനിക്കിവിടെ 2√3 എന്ന് കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും √3 സ്ക്വയർ എന്ന് എഴുതിയാൽ തീർച്ചയായിട്ടും ഇതിനെ a+b² എന്ന് എഴുതാം എന്ന് എനിക്ക് മനസ്സിലാവുന്നത് പോലെ നിങ്ങളും കുറെ ക്വസ്റ്റ്യൻസ് കണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇതിനെ എങ്ങനെ പൊട്ടിക്കണമെന്ന്. ഓക്കെ ആണോ? അപ്പൊ ഫൈനലി ഇവിടെ എന്ത് കിട്ടും? ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ എനിക്ക് √3 - 1 കിട്ടും. ഓക്കെ ആണോ? ഇവിടെ നോക്ക് നിങ്ങൾ, √3 വാല്യൂ എത്രയാണ്? 1.7. അതിൽ നിന്ന് 1 കുറച്ചാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ, റൈറ്റ്? എനിക്ക് √3 - 1 എടുത്താ പോരെ? ഓക്കെ. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ആദ്യത്തെ വാല്യൂയിൽ നിന്ന് രണ്ടാമത്തെ വാല്യൂ കുറക്കുമല്ലേ വേണ്ട? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? √3 + 1 മൈനസ് √3 - 1 ചെയ്താ പോരെ? ഇവിടെ നോക്കി, ഇവിടുത്തെ ഒരു √3 ഇവിടുത്തെ -√3 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ റിമൈനിങ് എന്താണ്? 1 - -1 പ്ലസ് ആയില്ലേ? സോ ദ റൈറ്റ് ആൻസർ 2 ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ ആണോ? ഇതിൽ ആരോ 2 പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്തതെങ്കിൽ വെരി ഗുഡ്. ഇതാണ് ഇതിന്റെ റൈറ്റ് മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെന്ന്. അപ്പൊ എക്സാം റൂമിന്റെ അകത്ത് എനിക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ടൈപ്പിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവണം. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് മറിച്ച് നോക്കിയേ. ഇത് ഇങ്ങനെ ഒന്ന് സ്റ്റെപ്പ് എല്ലാവരും പഠിച്ചു വെക്ക്, എന്നാലേ ഇനി തരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുള്ളൂ. ഈ റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? √3 നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ ആണോ? അതെ. ഓക്കെ. √12 എങ്ങനെ കണ്ടുപിടിക്കും? √12 എങ്ങനെ കണ്ടുപിടിക്കും? 5 അറിയില്ല സാർ. 12 × 12. 12 × 12 അത് സ്ക്വയർ അല്ലേ? ഞാൻ റൂട്ട്. ഓക്കെ. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. നിങ്ങളെ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള റൂട്ടുകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഏതൊക്കെയാണ്? ഇപ്പൊ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, √9 എന്ന് പറഞ്ഞാൽ 3 ആണ്, √36 എന്ന് പറഞ്ഞാൽ 6 ആണ്. അതെല്ലാവർക്കും അറിയാലോ? ഓക്കെ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്. എന്നാൽ പെർഫെക്റ്റ് അല്ലാത്തതാണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് √12 കണ്ടുപിടിക്കണം. ഇപ്പൊ എൻട്രൻസ് എക്സാമിനേഷന് കാൽക്കുലേറ്റർ ഇല്ല. അപ്പൊ കാൽക്കുലേറ്റർ ഇല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നോർമലി നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഉണ്ട്, അറിയാം നിങ്ങൾക്ക്. നിങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഇവിടെ 12 എഴുതും, ഇതിന്റെ പെർഫെക്റ്റ് റൂട്ട് ഇവിടെ എഴുതും, എന്നിട്ട് ഇതിന്റെ ഡബിൾ എടുത്ത് ഇവിടെ എഴുതും. അങ്ങനത്തെ ഒരു മെത്തേഡ് ഓർമ്മയുണ്ടോ? ഇതൊരു ലെങ്തി സ്റ്റെപ്പാണ്.
ഇത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഇവിടെ 3 എഴുതും, 3 3 9 എഴുതും, എന്നിട്ട് ഇതിനകത്ത് -7 എഴുതും, ഇനി ഇതിന്റെ ഡബിൾ എടുത്ത് ഇവിടെ എഴുതും. ഇങ്ങനെയാണ് നോർമൽ പ്രൊസീജിയർ. ഇതൊരു ലെങ്തി സ്റ്റെപ്പാണ്. നമുക്ക് എക്സാമിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെത്തേഡല്ല. ഓക്കെ, അപ്പം ഞാനൊരു ഷോർട്ട് കട്ട് പഠിപ്പിക്കാം, നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. എനിക്ക് റൂട്ട് 12 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് നേരത്തെ ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഈ 12ന്റെ അടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് റൂട്ട് ഏതാണ് നോക്കുക. ഏതാണ്? 9 ഉണ്ട്, അതേപോലെ 16 ഉണ്ടല്ലോ. 16 ഇതിന്റെ അടുത്ത് തന്നെയല്ലേ കിടക്കുന്നത്? ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും എടുത്തോളൂ. നിങ്ങളുടെ 9 എടുക്കാം, അല്ലെങ്കിൽ 16 എടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം 9 എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിനെനിക്ക് 9 + 3 എന്ന് എഴുതിക്കൂടെ? അതിലാർക്കും ഡൗട്ട് ഉണ്ടോ? വേണമെന്നില്ല. 12ന്റെ അടുത്ത് കിടക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറും പ്ലസ് റിമൈനിങ് നമ്പർ കൂട്ടി എഴുതുക. ഓക്കെ ആണോ? ഇനി ചെയ്യേണ്ടത് ഇതാ നോക്കി വെച്ചോ. നമുക്കറിയാം ഈ 9ന്റെ റൂട്ട് എത്രയാണ്? 3. ആ 3 എടുത്തിട്ട് ഇവിടെ എഴുതുക. ഇവിടുത്തെ സിമ്പൽ പ്ലസ് ആണെങ്കിൽ അതേ പ്ലസ് എടുത്ത് ഇവിടെ എഴുതുക. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ നമ്പർ എന്താണോ ആ നമ്പറിന് അതേപോലെ ഇവിടെ എടുത്ത് എഴുതുക. 3. ഓക്കെ, ഇത് ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 3 × 2 ചെയ്താൽ 6. ആ 6 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഉത്തരം. ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി. 3 + 3/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 അല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 അല്ലേ? അല്ലടാ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3.5 ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? എന്താ ചെയ്തേക്കുന്നത്? ഒന്നും കൂടെ. ആദ്യം നമ്മൾ ഈ 12ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ക്വയർ റൂട്ട് ഞാൻ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. ആദ്യം എനിക്കൊരു നമ്പർ കിട്ടി. ഞാൻ ആ നമ്പറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ പ്ലസ് റിമൈനിങ് ഉള്ള നമ്പർ ആയിട്ട് എഴുതുക. ആ പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണോ അത് ഇവിടെ എഴുതുക. ഇവിടുത്തെ സിമ്പൽ പ്ലസ് ആണെങ്കിൽ ആ പ്ലസ് അതുപോലെ എഴുതുക. ഇവിടെ ഞാൻ എത്രയാണോ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ആ നമ്പറിനെ അതുപോലെ എഴുതുക, ഡിവൈഡഡ് ബൈ ഈ മുമ്പിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഇവിടെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + ഇതിനെ ഡിവൈഡ് ചെയ്തത്, അതായിരിക്കും അതിന്റെ ആൻസർ. ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഓർ എന്ത് ചെയ്താൽ മതി? ചില ആള് പറയാണ് ഈ റൂട്ട് 12നെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് 16 - 4 എന്ന് എഴുതിക്കൂടെ? തെറ്റുണ്ടോ? ഈ 16 എന്ന് പറഞ്ഞ എത്രയാണ്? 16 എന്ന് പറഞ്ഞ എത്രയാണ്? 4. അപ്പൊ 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞ 4 ആണ്. ഇവിടെയുള്ള സിമ്പൽ മൈനസ് അതുപോലെ എഴുതുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്ന നമ്പർ അതുപോലെ എഴുതുക, ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതിയ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 4 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? അപ്പൊ 4 - 1/2 എന്ന് പറഞ്ഞാൽ 0.5. അപ്പോഴും എനിക്ക് 3.5 തന്നെ കിട്ടും. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യുമല്ലേ? എടുക്കരുത്. ആദ്യത്തതിന്റെ പെർഫെക്റ്റ് റൂട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത് അതുപോലെ എഴുതണം. അതാണ് അവിടുത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഞാനൊരു നമ്പർ പറയാം, നിങ്ങൾ ട്രൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ റൂട്ട് 10 ഒന്ന് കണ്ടുപിടിച്ചേ. വേഗം കണ്ടുപിടിക്കണം.
കണ്ടുപിടിച്ചോ. ഓക്കെ സർ. എത്രയാണ് ഉത്തരം? എത്രയാണ് ഉത്തരം? 3 plus 1/6. എന്തെഴുതാം? റൂട്ട് 10 എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് തൊട്ടടുത്ത് കിടക്കുന്ന റൂട്ട് ഏതാണ്? 3.6. 9 plus 9 പ്ലസ് 1. 1. വെരി ഗുഡ്. 9 എന്ന് പറഞ്ഞ 3 ആണ്. മിഡിൽ പ്ലസ് അതുപോലെ എഴുതുക. ഇവിടുത്തെ 1 അതുപോലെ എഴുതുക. ഡിവൈഡ് ബൈ 6. ഡിവൈഡ് ബൈ 6. 1/6 എത്രയാണ്? 0.16 അല്ലേ? അതെ. അറിയില്ലേ? 1/6 എന്ന് പറഞ്ഞാൽ 0.16 ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 3.16. ഇതാണ് ഉത്തരം. ഓക്കെ സർ. ഓക്കെ ആണോ? ഇത് മക്കൾ ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. എക്സാക്ട് ആയിട്ടുള്ള വാല്യൂ അല്ല. പക്ഷെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഈ വാല്യൂ എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ഡെസിമൽ ഒക്കെ ചിലപ്പോൾ ഇവിടെ 7 or 8 ഒക്കെ ആയിരിക്കും കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ കിട്ടുക. ബട്ട് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷന് ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. എന്നാൽ അടുത്ത നിങ്ങൾ കണ്ടുപിടിക്കണം. റൂട്ട് 28 ഒന്ന് കണ്ടുപിടിച്ചേ. ഇതിനെങ്ങനെ എഴുതണം? 25. വെരി ഗുഡ്. 25 പ്ലസ് 3. 25 എന്ന് പറഞ്ഞ 5 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 10. ശരിയല്ലേ? അല്ലേ? 3/10 എന്ന് പറഞ്ഞ എത്രയാണ്? 5.3. 0.3. So answer is equal to 5.3. എളുപ്പമല്ലേ? ഓക്കെ. എന്നാ അടുത്തത് റൂട്ട് 32. Root 36 minus 3. വെരി ഗുഡ്. 36 മൈനസ് 4 എഴുതിയ പോരെ? ഓക്കെ. 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. മിഡിൽ മൈനസ് ആയതുകൊണ്ട് മൈനസ് 4 ഡിവൈഡഡ് ബൈ 12. ശരിയാണോ? 4/12 എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ? ഓക്കെ. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.1. 6 മൈനസ് ഇത് എത്രയാണ്? 1/3 എന്ന് പറഞ്ഞാൽ 0.33 അല്ലേ? അല്ലേ? എടാ 1 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 10/3 ചെയ്ത് നോക്ക് നിങ്ങള്. ശരിയല്ലേ? ആണോ? ഓക്കെ. അപ്പൊ 6 0.33 കുറച്ച് എത്ര കിട്ടും? 5.3 ആണ്. 5.66 അല്ലേ കിട്ടാ? 666 സംതിങ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? ഓക്കെ. എന്നാൽ രണ്ടെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. റൂട്ട് 93 ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ റൂട്ട് 84 രണ്ടും കണ്ടുപിടിക്കണം കേട്ടോ. ഇറ്റ്സ് ഹോംവർക്ക്. അപ്പൊ നോർമലി നിങ്ങൾ ഇപ്പൊ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എത്ര സമയം എടുക്കുന്ന അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ നോർമൽ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ എത്ര സമയം എടുക്കുന്നു നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കുറെ കുട്ടികൾക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് പോലും അറിയില്ല. അപ്പൊ ഈ ഷോർട്ട് കട്ട് മക്കൾ പഠിക്കണം. ഓക്കെ ആണോ? ഇത് പുതിയ ഇൻഫർമേഷൻ അല്ലേ? ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. യെസ്. ഇപ്പോ ചിലപ്പോ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പല ക്വസ്റ്റ്യൻസും നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ കാണാം. അപ്പൊ ഇതൊക്കെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. നോൺ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. ഓക്കെ സർ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഇതെന്താണ്? ഇറ്റ്സ് എ ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ക്യൂബ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ക്യൂബിന്റെ പ്രത്യേകത എന്താ? അതിന്റെ എല്ലാ സൈഡുകളും എല്ലാം ഈക്വൽ ആണ് അല്ലേ?
എന്നാ ക്യൂബോയിഡ് എന്ന് പറയുന്നത് എല്ലാം ഈക്വൽ അല്ല. അതാ ഇത് എല്ലാണ്, ഇത് എല്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ബി ആണ്, അതിന്റെ വിഡ്ത്ത് ആണ്. ഇത് അതിന്റെ ഹൈറ്റും ആണ്. ഇത് മൂന്നും ഈക്വൽ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതെല്ലാം ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ക്യൂബായി. ഇതെല്ലാം ഈക്വൽ അല്ലാത്ത ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബോയിഡ്. ഓക്കെ ആണോ? നമുക്ക് ഇവിടെ 2-3 ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ആദ്യത്തത് ഇതിന്റെ വോളിയം ആണ്. വോളിയം എന്താ? വോളിയം എന്ന് പറഞ്ഞ അതിന്റെ അകത്ത് എത്രമാത്രം സ്പേസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് എന്നാണ്. മലയാളം വ്യാപ്തം അല്ലേ? വ്യാപ്തം, അത് തന്നെ, കറക്റ്റ്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ വെള്ളം ഒഴിക്കുവാണെങ്കിൽ എത്രമാത്രം വെള്ളം അതിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും, അതാണ് ഈ വോളിയം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്താൽ മതി. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. പഠിച്ചു വെക്കണം. വോളിയം കണ്ടുപിടിക്കാൻ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്താൽ മതി. ഓക്കെ ആണോ? അടുത്തത് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? ടോട്ടൽ സർഫസ് ഏരിയ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് എത്ര സൈഡ് ഉണ്ട്? ഇതിന് 6 സൈഡ് ഇല്ലേ? 6 സൈഡ് ഇല്ലേ? ഉണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഈ ഫോർ എക്സാമ്പിൾ ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സൈഡ് ഇല്ലേ? ആദ്യത്തെ ഈ ഫ്രണ്ടിൽ കാണുന്ന റെക്ടാങ്കിൾ അല്ലേ? അതിന്റെ ഏരിയ എത്രയാണ്? അത് എൽ ഇൻറ്റു എച്ച് അല്ലേ? അല്ലേ? എൽ ഇൻറ്റു എച്ച് അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇതേ ഏരിയ ഉള്ള ഒരു സൈഡ് കൂടി ഉണ്ടാവുമല്ലോ, അതേതാണ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ പിറകിലുള്ള സൈഡും എന്ത് തന്നെയാണ്? ഇതേ എൽ ഇൻറ്റു എച്ച് തന്നെയല്ലേ? അപ്പൊ എനിക്ക് ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 2 സൈഡിൻ്റെതായി പ്ലസ് ഇനി ഈ താഴെ ഭാഗത്തിന്റെ ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ എം എൻ പേര് കൊടുത്തു. ഈ താഴെ ഭാഗത്തുള്ളത് എം എൻ ഡി സി, അതിന്റെ ഏരിയ എത്രയാണ്? എൽ ഇൻറ്റു ബി. എൽ ഇൻറ്റു ബി. അതുപോലത്തെ ഒരു സൈഡും കൂടി ഇല്ലേ? അതിന് ഈ ഏറ്റവും മുകളിൽ ഉണ്ടാവുന്നതും അതേ ഏരിയ തന്നെയല്ലേ? ഇനി ഒരു സാധനം കൂടി ഉണ്ടല്ലോ, ഏതാണ്? ബി ഇൻറ്റു എച്ച് ഇല്ലേ? ആണെങ്കിൽ എൽ ഇൻറ്റു എച്ച് പ്ലസ് എൽ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു എച്ച് എന്ന് എഴുതിക്കൂടെ? ഇതാണ് ഉത്തരം. The last equation, that is diagonal. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡയഗണൽ എന്ന് പറഞ്ഞ ഇതിന്റെ ഇവിടുന്ന് ഞാനിതാ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു വര വരക്കുന്നു, ഇതിന്റെ ഉള്ളിലൂടെ. അതിന്റെ മലയാളത്തിൽ എന്ത് പഠിക്കും? വികരണം എന്ന് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ പേര്? ആണോ? മലയാളം മീഡിയത്തില്? അതെ. അപ്പൊ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഈ 3 ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഒന്ന് വേഗം പഠിച്ചു വെക്ക്. ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ, വ്യാപ്തം കണ്ടുപിടിക്കാൻ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്യണം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ 2 ടൈംസ് എൽ ഇൻറ്റു എച്ച് പ്ലസ് എൽ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു എച്ച് ചെയ്യണം. ഡയഗണൽ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. എന്നാ അതിനെ ഞാൻ ക്യൂബ് ആക്കി മാറ്റി. ഇപ്പൊ എന്താ പ്രശ്നം? എല്ലാ സൈഡും എ ആയാൽ മതി. ഇത് എ, ഇത് എ, ഇത് എ, എല്ലാം എ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഇതിന്റെ വോളിയം എന്താണ്?
A into A A into cube. A. A That cube. is equal to A cube. Very good. Very good. സർഫസ് ഏരിയ എത്രയായിരിക്കും? സർഫസ് ഏരിയ എത്രയാണ്? A square. ആദ്യത്തത് A സ്ക്വയർ അല്ലേ ഉണ്ടാവുക? അതുപോലത്തെ 6 സൈഡ് ഇല്ലേ? അപ്പൊ 6A സ്ക്വയർ ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. യെസ്. ഇവിടെ ഡയഗണൽ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ എഴുതി അതേ ഇക്വേഷൻ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് A സ്ക്വയർ പ്ലസ് A സ്ക്വയർ അല്ലേ? റൂട്ട് ഓഫ് 3. റൂട്ട് 3A സ്ക്വയർ കിട്ടും. ഈ A സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉത്തരം റൂട്ട് 3A കിട്ടും. ഓക്കെ ആണോ? ഓക്കെ സാർ. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ അല്ലേ? ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഇനി ഒരു പേര് കൂടെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ. ഫേസ് ഡയഗണൽ. ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞ എന്താണ്? ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂട്ട് 3A എന്ന് പറയുന്നത് ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിന്റെ ഇതാ ഇങ്ങനെ വന്ന് ഇവിടെയുള്ളതാണ് ഇപ്പൊ എഴുതിയിരിക്കുന്ന റൂട്ട് 3A എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്നാൽ ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു ഇതിന്റെ ഫ്രണ്ട് മാത്രം എടുക്കുക. ഫ്രണ്ടിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നതല്ലേ? അതെത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എടാ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ ഇപ്പൊ വരച്ചിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനോസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? പൈതഗോറസ് തിയർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചൂടെ? അപ്പൊ റൂട്ട് 2A കിട്ടില്ലേ? എല്ലാവരും ഓക്കെ ആണോ? വെരി ഗുഡ്. അപ്പൊ ഇത്രയും പഠിക്കണം. ഓക്കെ ആണോ? ഇനി സിലിണ്ടർ. ഇത് പറഞ്ഞോ. ഇത് 10th പഠിക്കുന്നതാണേ. സിലിണ്ടർ പറഞ്ഞോ. സാർ ഇതിന്റെ മീനിങ് സ്തൂപം എന്നാണ്. സ്തൂപം. സ്തൂപം എത്ര ഷേപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ 10th മലയാളത്തിൽ? സ്തൂപം തന്നെയാണോ പറയാ? വൃത്തസ്തംഭം എന്നാണോ? ഈ ഷേപ്പ് മോന് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഏതെങ്കിലും ഒരു കുപ്പിയോ ഏതെങ്കിലും ഒരു രണ്ട് മുകളിലുള്ള രണ്ട് സൈഡ് സർക്കുലർ ഷേപ്പ് ആണ്. ഓക്കെ, ഇതിന്റെ എക്സാക്ട് മലയാളം എന്താണ്? ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ? സ്തൂപം തന്നെയാണോ? വൃത്തസ്തൂപിക. ഓക്കെ ഫൈൻ. ശരി, ഇതില് ഞാൻ പറയാണ് ഇതിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് h ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് അറിയേണ്ടത് എപ്പോഴും ഇങ്ങനെയുള്ള സാധനത്തിന്റെ വോളിയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും എക്സാമിന് നമുക്ക് ആവശ്യം വരുന്നത് ഇതിന്റെ വോളിയമാണ്. വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആൻസർ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ h. നിങ്ങൾ 10th പഠിക്കുന്നതാണ്. പൈ ആർ സ്ക്വയർ h. ഓക്കെ, ഇനി ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ രണ്ട് സർക്കിളിന്റെ ഏരിയയും പിന്നെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള സാധനത്തിന്റെ ഏരിയയും കൂടി കണ്ടുപിടിച്ചാ പോരെ? പോരെ? ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, രണ്ട് സർക്കിളിന്റെ ഏരിയയും ഒരു കേർവ്ഡ് സർഫസിന്റെ ഏരിയയും കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പൊ എന്ത് കിട്ടും? സർക്കിളിൻ്റെത് പൈ ആർ പ്ലസ് പൈ ആർ സ്ക്വയർ. ഈ കേർവ്ഡിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചിട്ടുണ്ടോ? 2πRh. അപ്പൊ ഇതാണ് ഉത്തരം. ഓർമ്മിക്കോ?
ഓർമ്മിക്കോ? ആ ഇതിനെ എനിക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. എന്തെഴുതാം? ഇതിനെ രണ്ടിനെയും മാറ്റിയിട്ട് എനിക്ക് 2πr² എന്ന് എഴുതാം. 2πr². അതിൽ നിന്നൊക്കെ ഒരു 2πr പുറത്തേക്ക് എടുത്ത് എന്ത് കിട്ടും? πr². ഇത് 2πr² ആണ്, ഇത് 2πrh ആണ്. അതിൻ്റെ അകത്ത് ഒരു 2πr പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഒരു r+h എന്ന് എഴുതിയാ പോരെ? ഇല്ല അല്ലെ? പറ്റുമോ? ഇവിടുന്ന് ഒരാർ എടുത്തു, ഇവിടുന്ന് ഒരു h എടുത്തു. കറക്റ്റ് അല്ലേ? ആണോ? അല്ല, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി ഇല്ല അല്ലെ? ഇങ്ങനെ എടുക്കണം. ഒന്ന് നോക്കി നിങ്ങള്. ഇതിന്റെ അകത്തുനിന്ന് ഒരു 2π പുറത്തെടുത്തു. റിമൈനിങ് 2π 6 തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ r+h. കറക്റ്റ് തന്നെയല്ലേ? ശരിയല്ലേ? അത് r² അല്ലേ? ഈ 2πr ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2πr². ഈ 2πr h കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2πrh ആയി. ഓക്കെ ആണോ? അതെ. ഓക്കെ. ഇത് എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? കോൺ. നമ്മുടെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യം ഞാൻ പറയാം. ഓക്കെ. ഈ കോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ അടിഭാഗം എന്ന് പറയുന്ന ഒരു സർക്കുലർ ഷേപ്പ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു റേഡിയസ് ഉണ്ടാവും അല്ലേ? അത് 6 ആയിക്കോട്ടെ. ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടൊരു ഹൈറ്റ് ഉണ്ട് അല്ലേ? അതിന് ഞാൻ h എന്ന് വിളിച്ചു. അതുപോലെ ഇതിന്റെ ഇവിടുന്ന് മുതൽ ഈ P മുതൽ ഈ Q വരെയുള്ള ലെങ്തിനെ ഞാൻ L എന്ന് വിളിച്ചു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ആദ്യത്തെ ഇക്വേഷൻ. എനിക്ക് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്. L എന്ന് പറഞ്ഞ √h² + r² ആണ്. കാരണം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് L എന്ന് പറയുന്നത് √r² + h² അല്ലേ? ആണ്. ഇതിന്റെ വോളിയം നമ്മൾ 10ാം ക്ലാസ്സിൽ കാണാതെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1/3πr². വെരി ഗുഡ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ. സർഫസ് ഏരിയ എന്തായിരിക്കും? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഈ കേർവ്ഡ് ആയിട്ടുള്ളതിൻ്റെത് πrl ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഓർത്ത് വെക്കുവോ? ഓക്കെ. ഇതെന്താണ്? സ്ഫിയർ. 2 ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ആദ്യത്തേത് വോളിയം. എന്താണ് ഇക്വേഷൻ? 4/3πr³. വെരി ഗുഡ്. സർഫസ് ഏരിയ (4πr²) കേട്ടിട്ടുണ്ടോ? ഇത് രണ്ടും പഠിക്കണം. ഇത് രണ്ടും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്ഫിയർ. ഇത് രണ്ടും നമുക്ക് +1 ഇത് രണ്ടും +1 ഫിസിക്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റുകളാണ്. +1 ഫിസിക്സിന്റെ പല സ്റ്റേജുകളിലും നമുക്കിത് അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും പഠിച്ച നമ്മള് മാത്തമാറ്റിക്സിന്റെ ഇപ്പൊ നിങ്ങൾക്ക് കുറെ അഡീഷണൽ പോയിന്റുകൾ കിട്ടിയോ? പണ്ട് പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്തില്ലേ? ഓക്കെ. നിങ്ങൾ അറിയേണ്ടത് ഞാൻ എങ്ങനെയാണ് ഈ ഏതൊക്കെ പഠിപ്പിക്കണം എന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. +1-നും +2-നും അതുവരുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പല ഇക്വേഷനുകളുമാണ് ഞാൻ ഇവിടെ എഴുതിത്തരുന്ന എല്ലാ ഇക്വേഷനുകളും. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് a+b² എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഇക്വേഷൻ എഴുതുമ്പോൾ മക്കൾക്ക് അത് ഏത് ഇക്വേഷൻ ആണെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഓക്കെ ആണോ?
ഓക്കെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഇക്വേഷൻസ് മക്കൾ പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ ഞാൻ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് മുതലാണ് പറയുന്നത്. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം പ്ലസ് നമ്മുടെ ത്രിഗണോമെട്രി. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലൂടെ നമ്മൾ ത്രിഗണോമെട്രിയിലേക്ക് പോകും. പിന്നെ ത്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് മാത്തമാറ്റിക്സ് അവിടെ നിർത്തിയിട്ട് അടുത്ത വീക്ക് മുതൽ നമുക്ക് ഫിസിക്സിന്റെ ഫണ്ടമെന്റൽസ് തുടങ്ങാം. ഓക്കെ ആണോ?